ഖുർആനിലെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളിൽ തന്നെ തിരിമറി നടത്തുന്നവർ ഫതുഹുൽ മുഈനിന്റെ അർത്ഥത്തിലും അതുപോലെ തന്നെ മഹാന്മാരുടെ വാചകത്തിലും ഒക്കെ തിരിമറി നടത്തും. നമ്മളെ പ്രസംഗത്തിന്റെ കേസറ്റിലും തിരിമറി നടത്തും. എന്റെ പ്രസംഗം തന്നെ എനിക്കറിയാം, ഒരു മൗലവി തിരിമറി നടത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇതാ പേരോട് സമ്മതിക്കുന്നു. എന്താ സമ്മതിച്ചത്? ബൈസത്തിയക്കും പള്ളിയിൽ ജുമഅക്ക് പോകാം, യുവതികൾക്കും പോകാം, പേരോട് ഇതാ സമ്മതിക്കുന്നു. വാസ്തവത്തിൽ എന്താണെന്നറിയോ, എന്റെ കേസറ്റിന്റെ അപ്പുറം ഇപ്പുറം കാട്ടതാ. കഅബ ശരീഫിന്റെ അടുക്കൽ ഹജ്ജിന് വേണ്ടി പോയ സ്ത്രീക്ക് പുരുഷന്മാര് പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണെങ്കിൽ ആണും പെണ്ണും തമ്മിൽ ഊടിക്കലർന്നു പോകും. അതുകൊണ്ട് ആ കഅബത്തിന്റെ അടുക്കൽ ഒരു മൂലയിൽ നിന്നിട്ട് സ്ത്രീകൾക്ക് ജുമാ നിസ്കരിച്ചാൽ തെറ്റില്ല എന്ന് ഞാൻ വിശദീകരിക്കുന്ന സ്ഥലം അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങനെ കട്ടുകളിട്ട് ഇതാ യുവതികൾക്കും പള്ളിയിൽ ജുമാ നിസ്കരിക്കാമെന്ന് പേരോട് സമ്മതിച്ചു. എന്താണ് ഇതിനൊക്കെയുള്ള ചികിത്സ? അല്ലാഹ് നന്നാക്കട്ടെ എന്ന് ദ്വാരക്കലല്ലാതെ വേറെ എന്ത് ചികിത്സയാണ് സഹോദരന്മാരെ ഉള്ളത്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവരുടെ ഈ കള്ളത്തരത്തിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഒരു ചോദ്യം ചോദിച്ചോളൂ. എന്താ ചോദിച്ചോളൂ? മോമിനാത്തായ സ്ത്രീകള് പള്ളിയിൽ പോയി ഉണ്ടാകുമ്പോൾ ആയിഷ ബീവി പോയി അതിൽ നിന്ന് മനസ്സിലായിക്കൂടെ? കാരണം ഞാൻ ചോദിച്ചു ആയിഷ ബീവി ഒരു ജുമാക്ക് പോയതായിട്ട് തെളിയിക്കാവോ? 25 കൊല്ലമായി ചോദിക്കുന്നു, ഇതുവരെ മറുപടിയിട്ടില്ല. മോമിനത്തായ സ്ത്രീകൾ പോയി എന്നുണ്ടായാൽ പെണ്ണുങ്ങൾ പോയി ആയിഷ ബീവി പോയി എന്ന് മനസ്സിലായിക്കൂടെ? മോമിനത്തായ സ്ത്രീകൾ ആയിഷ ബീവി പെടൂലേ? ഓ, എന്നാ ഖുർആനിൽ അല്ലാഹ് പറയാ, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. അല്ലാഹ് കാരണോടെ നിസാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരും പെൺകുട്ടികളും പെടുന്നുണ്ട്. അല്ലാഹ് ഇതിനെ വേറെ തന്നെ പറഞ്ഞു. മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പെടില്ലേ? റസൂലുള്ള മുഅ്മിനല്ലേ? മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പെടില്ല. അപ്പോൾ നിസാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എന്തായാലും പെടൂലേ? പിന്നെ എന്തിനാ അല്ലാഹു തആല ഖുൽ ലി അസ്വാജിക വബനാതിക, നബിയെ തങ്ങളെ ഭാര്യമാരോട് പറയൂ, നബിയുടെ പെൺകുട്ടികളോടും പറയൂ, വനിസാഇൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ ഭാര്യമാരോടും പറയൂ എന്ന്. മുഅ്മിനീങ്ങൾ തന്നെ റസൂലുള്ള പെടൂലേ? പിന്നെ അല്ലാഹ് ഇങ്ങനെ വേറെ പറഞ്ഞ എന്തിനാ? അപ്പൊ ഖുർആൻ ഹദീസിന്റെ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൽ നിസാഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പെടൂല. ഇതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ അനുകൂലിച്ച് എഴുതിയ ഇബ്നു ഹസ്ബ് വരെ അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ജുമാഅത്തിന്റെ ബാത്തിന് പോയിട്ടില്ല. ഷാഫി ഇമാം പറഞ്ഞു വേറുണ്ട്, അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിലുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം മുഅ്മിനീങ്ങളെ പെണ്ണുങ്ങന്മാര് തന്നെയും ജുമാ ജമാഅത്തിന് വളരെ ചുരുക്കമേ പോയിട്ടുള്ളൂ എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ്യകാലത്ത് കുറച്ച് പെണ്ണുങ്ങൾ മാത്രം പോയിരുന്നു. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പോകൽ ഖൈറല്ല, വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് ഖൈർ എന്ന് പറഞ്ഞത് പഠിച്ച ഒരൊറ്റ പെണ്ണും പിന്നെ പോയിട്ടില്ല. മനസ്സിലാക്കിയവർ പോയിട്ടില്ല. മനസ്സിലാകാത്ത ഒറ്റപ്പെട്ട ചില സ്ത്രീകൾ പിന്നീട് പോയി. അവരും സഹാബത്തിന്റെ കാലത്ത് പൂർണ്ണമായി സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നത് നിർത്തി. അത് ബഹജത്തുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂ ജംറത്തുൽ അൻദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പൊ മുസ്ലിം സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ വാക്കുകൾ പകുതി കക്കുക, കിതാബിന്റെ വാചകങ്ങൾക്ക് അർത്ഥം മാറ്റുക, ഖുർആനിന്റെ ആയത്തിന് അർത്ഥം പറയുമ്പോൾ മാറ്റി, ഇതുവരെ സ്വഭാവം. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദത്തിന് വിളിച്ചാലോ, വാദപ്രതിവാദം ഇതൊക്കെ തൊണ്ടി സഹിതം പിടിക്കും. അതുകൊണ്ട് വാദപ്രതിവാദത്തിന് വിളിച്ചാൽ ഇവർ കിട്ടൂല. ഇവിടെ തന്നെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് അങ്ങനെ റെഡിയാണ്. അങ്ങനെ വ്യവസ്ഥ എനിക്ക് എനിക്കും വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു വാദപ്രതിവാദം നടക്കണമെന്ന് എനിക്കുണ്ടായി. കാരണം ഈ മൗലവിമാർക്ക് കുറച്ച് തൊണ്ടി സഹിതം പിടിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വ്യവസ്ഥ ഒക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് ഇപ്പൊ എന്താ പറയുന്നത് വാദപ്രതിവാദത്തിന് പങ്കെടുക്കുന്നവരെല്ലാം പാസ്പോർട്ട് എടുക്കണം. എങ്ങനെ? നിങ്ങളൊന്ന് ആലോചിച്ചു. ആദ്യ എഴുതിയ വ്യവസ്ഥ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ 500 ആള് ഹാളിലിരിക്കുക, ബാക്കിയുള്ളവർ പുറത്തു ഇരിക്കാന്നാ എഴുതിയത്. അത് ഇപ്പൊ പറയുന്നറിയോ, വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ പാസ്പോർട്ട് എടുക്കണോ? അതിനാ പാസ്പോർട്ട് എടുക്കുന്നത്? എല്ലാവരും പാസ്പോർട്ട് എടുക്കണം പോലും. അതിനാ മുജാഹിദിന് ഖുർആനിൽ ആയത്ത് ഓതനെ പാസ്പോർട്ട് എടുക്കണോ? ഹദീസ് ഓതനെ പാസ്പോർട്ട് എടുക്കണോ? പാസ്പോർട്ട് എടുക്കൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നതല്ലേ. അപ്പൊ പിന്നെ പാസ്പോർട്ട് കിട്ടാത്തവരൊന്നും തൗഹീദും ശിർക്കൊന്നും മനസ്സിലാക്കണ്ട. പാസ്പോർട്ട് ഉള്ളവർ മാത്രമേ തൗഹീദും ശിർക്കും മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യണം, പാസ്പോർട്ട് എടുത്തവരോട് മാത്രമേ നിങ്ങൾ പ്രസംഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആദ്യം എന്റെ സ്റ്റേജിൽ വന്നാൽ ചോദിക്കണം, പാസ്പോർട്ട് എടുത്തവരാണോ നിങ്ങളൊക്കെ? എന്നാലേ ഞങ്ങൾ പ്രസംഗിക്കുന്നുള്ളൂ എന്ന് പറയണോ? പാസ്പോർട്ട് എടുക്കണം പോലും. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്? പാസ്പോർട്ട് എടുക്കണമായി. എല്ലാവരും പാസ്പോർട്ട് എടുത്തവരായി. നമുക്കിപ്പോൾ എല്ലാവർക്കും പാസ്പോർട്ട് എടുപ്പിക്കാനാവുമോ?
നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്? പിന്നെ ഞങ്ങൾക്കൊന്നുണ്ട്, ശവത്തിനെ പിന്നെ വേദനിപ്പിക്കാൻ പറ്റും. ഒരാൾ അടി ഉണ്ടാക്കിയിട്ട് എന്തായി? ശരിയായി പോയി. മൂസ എന്ന് പറഞ്ഞില്ലേ, മൂസാ നബീനെ എതിർക്കാൻ വേണ്ടി ഒരു ചങ്ങാതി വന്നു. മൂസാ നബീന്റെ അനുയായിനെ ആദ്യം എതിർത്തത്. അപ്പൊ മൂസാ നബീനോട് എന്ത് ചെയ്തു? ഈ അനുയായി ഇസ്തിഗാസ ചെയ്തു. ഖുർആനിലെ ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയഅതിഹി, മൂസാ നബീനോട് ഇസ്തിഗാസ ചെയ്ത് അനുയായികൾപ്പെട്ട ആള്. അപ്പൊ മൂസാ നബി ഒന്ന് ഇവനെ എതിർക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ ഈ സാധാരണക്കാരെങ്ങനെ ഇഷ്കാലാക്കുമ്പോഴാണ് സാധാരണക്കാർ മൗലിയാരോട് ഇസ്തിഗാസ ചെയ്യുക, സഹായം തേടുക. ഇതാ മൗലവിനെ കൊണ്ട് വല്ലാത്ത ശല്യോ, ഉസ്താദെ ഒരു വാദപ്രകാരം നടത്തി തരുമോ എന്ന് ചോദിക്കൽ അപ്പോഴാണല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? മൂസാ നബി ചെന്ന് മൂസാ നബിനെ നേരിടാന്നുള്ളതിലേക്കാണ് മറ്റേ ചങ്ങായി. മൂസാ നബി കൊടുത്തൊരൊറ്റ ജപ്പാൻ കുത്ത്. അപ്പൊ എന്തായി? ചങ്ങാതി വീണങ്ങ് ശരിയായിപ്പോയി. ഈ മൂസാ നബിനെ എതിർക്കാൻ വന്ന വീണങ്ങ് ശരിയായിപ്പോയി. അപ്പോ ഈ ശരിയായതുപോലെ ഒരാൾ അങ്ങോട്ട് ശരിയായി പോയാൽ പിന്നെ അയാളെ കുത്തി വേദനിപ്പിക്കാം, മയ്യത്തിനെ കുത്തി വേദനിപ്പിക്കാം. ഇതുപോലെ മുജാഹിദീങ്ങൾ ഈ എറണാകുളത്ത് ഒരു വാദപ്രകാരത്തിന് വ്യവസ്ഥ എഴുതിയപ്പോഴാണ് അക്കിടി പറ്റിയത് ഇവർക്ക് മനസ്സിലായത്. പടച്ചവനെ ഇനി പൊട്ടാകെ കള്ളി വിളിച്ചെത്താവൂലോ. പിന്നെ ഇങ്ങനെ ഇനി ഇത് മാറാൻ എന്താ പണി? വീണെടുത്തുനിന്ന് ഇങ്ങനെ മാറാൻ എന്താ പണി? പിന്നെ നമ്മളെന്താ വേണ്ടത്? പാസ്പോർട്ട്, ഞങ്ങളെല്ലാം പാസ്പോർട്ട് എടുക്കുക, എന്നിട്ടെങ്കിലും ഒരു വാദപ്രകാരത്തിന് ഈ ചാത്തനെ കുത്താൻ പറ്റുമോ? ഒയ്യണോന്ന് ഇവർക്ക് തോന്നി എന്നാ ഒഴിഞ്ഞു പോന്നെ പോട്ടെ എന്നല്ലാതെ ഇപ്പൊ എല്ലാവരും കൊണ്ട് പാസ്പോർട്ട് എടുപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് മുജാഹിദീങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങളെ ഈ തട്ടിപ്പ് നിർത്തിയിട്ട് നിങ്ങൾ നേരത്തെ എഴുതി ഒപ്പിട്ട വ്യവസ്ഥ പ്രകാരം നിങ്ങളുടെ മൗലവിമാര് എപ്പോഴാണോ വാദപ്രതിവാദത്തിന് തയ്യാറുള്ളത് അപ്പം വിളിക്കണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ. ഞാൻ നമ്പർ പറഞ്ഞുതരാം: 94 47 156496. ഇതെന്റെ മൊബൈൽ ഫോണാ. ഞാൻ മൊബൈൽ എന്നെ തരുന്നത് നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം. എന്നിട്ട് നിങ്ങൾ വിളിക്കുക, പേര് വളർത്തുന്ന സഖം വിളിക്കുക. ഞങ്ങൾ ആദ്യം ഒപ്പിട്ട്, ഞങ്ങൾ സുന്നിയും മുജാഹിദും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറുണ്ടല്ലോ, ആ ഒപ്പിട്ട കരാർ പ്രകാരം ഞങ്ങൾ വാദപ്രകാരത്തിന് റെഡിയാണ്. നിങ്ങൾ അനുയായികളോട് നിങ്ങൾ അവിടെ ഞങ്ങളോട് സഹകരിക്കാൻ പറയണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള SYSന്റെയും SSFന്റെയും പ്രവർത്തകന്മാര് നിങ്ങളുടെ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട് പണ്ട് എഴുതി ഒപ്പിട്ട പോലെ വാദപ്രകാരം നടത്താൻ ഇൻഷാ അല്ലാഹ് റൂഹ് ബാക്കിയുള്ള കാലത്തോളം റെഡിയായിരിക്കും. അത് നിങ്ങൾ ഏത് മൗലവിനെ കൊണ്ടുവരുന്നതിനും വിരോധമില്ല. ഇബ്ലീസിനെ തന്നെ വിളിച്ചോളൂ, യാതൊരു വിരോധമല്ല. ഇബ്ലീസ് ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. എനിക്ക് അവനായിട്ട് നന്നായിട്ട് മുട്ടണമെന്ന് ആഗ്രഹമുള്ളൂ. കാരണം അതിനേക്കാൾ വലിയൊരു മൗലവി വരാനില്ലല്ലോ. അപ്പൊ ആ ഇബ്ലീസിനെ തന്നെ വിളിച്ചോളെ. എന്നിട്ട് എന്ത് ചെയ്യാ? നമുക്ക് ഒരു വാദപ്രകാരം അത് ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടുള്ള ശരിയായ വാദപ്രതിവാദമായിരിക്കണം. അതിന് നിങ്ങൾ എപ്പോഴുള്ളത് അന്ന് വിവരം അറിയണം, ഈ എഴുതി ഒപ്പിട്ട അനുസരിച്ച്. അല്ലാതെ പിന്നെ പാസ്പോർട്ട് വേണം, ഐഡന്റിറ്റി കാർഡ് വേണം, പിന്നെ പെരുന്നാൾ പട്ടിന്റെ വസ്ത്രം ധരിച്ച ആളായിരിക്കണം, പിന്നെ പെരുന്നാൾ താടി പഠിക്കണം, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. താടി ഉള്ളവർക്ക് താടി ഉണ്ടാവും, താടി ഇല്ലാത്തവൻ ഉണ്ടാവില്ല. തലേ കെട്ടിയോൻ കെട്ടും, കെട്ടാത്തവൻ കെട്ടൂല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ. അതിൽ നീ പാസ്പോർട്ട് എടുത്തില്ലടാ, എന്നാ നീ ശിർക്ക് പറ്റൂല, നീ തൗഹീദ്. നീ പാസ്പോർട്ട് എടുത്തില്ലേ, എന്നാ നീ ശിർക്ക് തന്നെ കിടന്നോട്ടെ. ഇങ്ങനെ പാസ്പോർട്ട് എടുക്കലൊന്നുമില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറൻ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയൊക്കെ. നിങ്ങളെ പാസ്പോർട്ട് ഒന്നും ഖുർആനിൽ പറഞ്ഞില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. വ്യക്തമായി പരസ്യമായ തർക്കമല്ലാതെ സത്യത്തിന്റെ എതിരാളികളോട് നീ തർക്കിക്കരുത്. അങ്ങനെയാ ഏത് കക്ഷിയോടും സത്യത്തിന്റെ എതിരാളിയോട് തർക്കിക്കുമ്പോ മിറാഅൻ ളാഹിറ, എല്ലാവർക്കും ബാഹ്യമായി പരസ്യമായുള്ള വാദപ്രതിവാദം. ഖുർആനാ ഞങ്ങൾക്ക് എല്ലാ വിഷയത്തിനും തെളിവ്. അപ്പൊ ആ ഖുർആനിൽ പറഞ്ഞ പോലത്തെ സംവാദം, അതിനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. പിന്നെ അവിടെ പാസ്പോർട്ട് ഉണ്ടോ, ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ശമ്പളം എത്രയാണ്, നിങ്ങൾ പെണ്ണിട്ടിട്ടുണ്ടോ, ഇതൊന്നും ചോദിച്ചിട്ടല്ല വാദപ്രതിവാദത്തിന് കയറ്റേണ്ടത്. ഇനിയിപ്പോ രണ്ടാമത് ഇനിയിപ്പം പാസ്പോർട്ടിൽ എടുത്താൽ പിന്നെ പറയും പെണ്ണ് കെട്ടിയവർ മാത്രമായിരിക്കണം, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭാര്യയും കൂടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഓരോ ഇരുത്തത്തിന് ഓരോ വ്യവസ്ഥ പറഞ്ഞാൽ അതൊന്നും മുസ്ലിമിയർക്ക് ഇവിടെ എടുക്കാൻ കഴിയില്ല. ഇതന്നെ ഉണ്ടായത് ഇവിടെയും മംഗലാപുരത്ത് ഒരു ദിവസം രാവിലെ മുതൽ ഞമ്മക്ക് വേറെയും പണിയില്ലേന്ന്. സുബ്ഹാൻ, ഇവരെ പോലെ വെറുതെ എടുക്കാൻ നമ്മക്ക് ഇവിടെ തന്നെ അശ്അരിയ എന്ന് പറഞ്ഞ സ്ഥാപനം, അത് വളർത്തിക്കൊണ്ടുവരേണ്ട തിരക്കിലാണ് നമ്മുടെ SYSന്റെ പ്രവർത്തകന്മാർ. എന്നെ സംബന്ധിച്ച് ഞാൻ സിറാജുൽ ഹുദ എന്നിട്ട് 40 പള്ളി, 25 മദ്രസ, 6 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതിന്റെ പുറമെ ഒരു ബോർഡിംഗ് മദ്രസ, ഒരു ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ്, ഒരു ശരീഅത്ത് കോളേജ്, ഒരു ദേവാ കോളേജ്, അതിന്റെ പുറമെ ഒരു യതീം ഖാന, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനം നടത്തുകയാണ്.
രാവിലെ ദർശനത്താൻ കുട്ടികളെടുത്ത് അവിടെ എത്തണം. കുറെ മുത്താലിമികളും വളരണ്ടേ, നമ്മൾ മരിച്ചാൽ ഇതിലൂടെ നിലക്കണ്ടേ. അപ്പൊ മുത്താലിമിയെ കോതി കൊടുക്കാൻ അവിടെ എത്തണം. ഇപ്പുറത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മറ്റേ പിരിവെടുക്കണം, ഇപ്പുറത്ത് പൈസ പോകണം, മറ്റേ ശമ്പളം കൊടുക്കണം. ഇപ്പുറത്ത് മാഷില്ല, അപ്പൊ അവിടെ മാഷ് ഉണ്ടാക്കണം. വേറൊരുത്തിന് പ്രിൻസിപ്പാളില്ല, പ്രിൻസിപ്പാൾ ഉണ്ടാക്കണം. പുതിയ സ്കൂൾ തുടങ്ങുന്നത് വേറൊരു പ്രിൻസിപ്പാളാണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാ, നല്ല യോഗ്യതയുള്ള BA BEd അല്ലെങ്കിൽ MA BEd ഒക്കെ പാസ്സായ മാഷന്മാരുണ്ട്. ഞാൻ എടുത്തോളം കുറെ ആള് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ശമ്പളമൊന്നും കൊടുക്കാനാവില്ല, ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാനാവില്ല, ഒരൊത്ത പോലെല്ലാം കൊടുക്കാം. അപ്പൊ പറ്റുന്ന ആളുകൾ വേണം. ഇതൊക്കെ നോക്കിയെടുക്കുന്നതിൽ ഇടക്കാണ് ഈ സാധനത്തിന് നോക്കണം നമ്മള്. ഈ മുജാഹിദ് ജമാഅത്ത് ഖാദിയാനി കള്ളത്തരീഖത്ത് ഇവര് ആയത്തും ഹദീസും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇതും നോക്കണം നമ്മള്. അവരെ ബുക്കും വായിച്ചൊക്കെ നമ്മൾ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞ് ഏത് പരിഭാഷയിലാണ് അർത്ഥം മാറ്റി ഇതൊക്കെ അതും നോക്കണം. എന്താ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇവരെന്ത് ചെയ്യും? നമ്മുടെ സ്ഥലത്ത് പ്രസംഗിച്ചോ, അവിടെ വേഗം മേക്കും കെട്ടിയിട്ട് വേറൊരു എന്തെങ്കിലും ഒരു തെറ്റിപ്പോന്ന് പേടിയുണ്ടെങ്കിലല്ലേ വരുന്നോ നന്നാണോ എന്നുള്ളൂ. ഇവർക്ക് ഏത് മൗലവിനെ കൊണ്ട് പ്രസംഗിച്ചു കൊടുക്കും. കാരണം തെറ്റിയാലല്ലേ കൂടുതൽ നന്നാകുക, തെറ്റല്ലേ പറയണ്ടി. അപ്പൊ ഒരു വിവരമില്ലാത്തവർ കൊണ്ട് പ്രസംഗിക്കുന്നതിന് പേടിക്കേണ്ടിയല്ല ഇവര്. കാരണം തെറ്റിപ്പോയാൽ അൽഹംദുലില്ലാ ഉഷാറായി, കൂടുതൽ തെറ്റി അതിനെക്കാണ് ഉഷാറായി. നന്നാണോ എന്നുള്ള ബേജാറുണ്ടെങ്കിലല്ലേ, പഠിച്ചവനെ പേടിയുണ്ടെങ്കിലല്ലേ വിഷമുള്ളൂ. ഇവൻ എന്ത് പറയുന്നതിനെന്താ അങ്ങനത്തെ കുറച്ച് ആളെ കൊണ്ടുവന്ന് എന്തെങ്കിലും പറയിച്ചു പോവും. അപ്പൊ ഞങ്ങൾ മറുപടി അറിഞ്ഞില്ലേ, ഞങ്ങളെന്താ മറുപടി അറിയാത്ത, ഞങ്ങൾക്ക് ഇതാ പണി, ഞമ്മക്കിവിടെ 100,000 പണിയുണ്ട്. അതുകൊണ്ട് 4 ആൺകുട്ടികൾ, പെണ്ണുങ്ങളാരും വരണ്ടേ, മൗലവിയത്ത് വരണ്ട, ആൺകുട്ടികൾ ഉണ്ടല്ലോ, നെഞ്ഞൂക്കുള്ള ആൺകുട്ടികളെ ഖുർആനും ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് നേർക്ക് നേരെ ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്ന ആൺകുട്ടികൾ. ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ ആൺകുട്ടികളെ, ഞങ്ങൾ മറുപടി അറിയും, നിങ്ങൾ ചോദിച്ചോ. അങ്ങനത്തെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ നേരത്തെ എഴുതി ഒപ്പിട്ട ആ വ്യവസ്ഥ പ്രകാരം സംവാദത്തിനുണ്ടെങ്കിൽ നിങ്ങൾ വിവരം എൻ്റെ ടെലിഫോണിൽ എന്നെ അറിയിച്ചാൽ തന്നെ വേണ്ട സംവിധാനം ഞാൻ ചെയ്തോളാന്നാ പറഞ്ഞത്. ഇനി വെറുതെ കലകലകലകലാന്ന് പറഞ്ഞ് നടക്കണ്ട. അതിനായത് പറഞ്ഞത് കാണുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ അമ്മി കൊത്താനുണ്ടോ ചണ്ണാച്ചികൾ നടക്കുന്നത് പോലെ ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കണ്ട. നേർക്ക് നേരെ ഒന്നങ്ങോട്ട് സംസാരിക്കും, അതിനാ വിളിച്ചത്. അതുകൊണ്ട് നീട്ടി സംസാരിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.